വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സ്. മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്ന മുത്തുമണികളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്നെയും എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ബെൽ ബട്ടണിൽ നമ്മുടെ ചാനൽ ഒന്ന് കൂട്ടാക്കിയിട്ട് ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെയും ഷോർട്സിന്റെയും ലൈവിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി കുഞ്ഞൊരു ഫാമിലിയാണ്, 6K മെമ്പേഴ്സ് സംതിങ് ഉള്ള കുഞ്ഞു ഫാമിലിയാണ്. അതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്ത് തന്നൊരു വീഡിയോ ആണ്. 8 ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ എം സോ സോറി, ലേറ്റ് ആയിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇടയ്ക്ക് ഒരു കണ്ണൂർ യാത്രയൊക്കെ വന്നതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ Q&A എന്ന് പറയുന്നത് ഞാൻ ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എന്നെ പറ്റിയും മഞ്ഞുപോലൊരു ഫാമിലിയെ പറ്റിയും കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു Q&A വീഡിയോ, ക്വസ്റ്റൻ ആൻസർ വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അധികം വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഇതേവരെ എന്നെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ കൊണ്ട് മറുപടി പറയാൻ കഴിയുന്നത് എന്ന് തോന്നുന്ന മാക്സിമം കാര്യങ്ങൾക്ക് മറുപടി പറയാം എന്ന് പറഞ്ഞ് 8 ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് ഒരുപാട് അഭിപ്രായങ്ങളും വോട്ടിങ്ങും എന്താ പറയുക ക്വസ്റ്റ്യൻസും ഒക്കെ എനിക്ക് വന്നിരുന്നു. സോ ഇതൊരൊറ്റ വീഡിയോയിൽ തന്നെ ഒതുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഒതുക്കാം. ഒരുപാട് ലെങ്ത് ആകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസിൽ അടുത്ത വീഡിയോയിൽ ആൻസർ പറയാം. ഇതുവരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു പോസ്റ്റ് മിസ് ചെയ്തവരുണ്ടെങ്കിൽ ഡോണ്ട് വറി. അടുത്ത Q&A പാർട്ടിലാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും ഇടാം. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിക്കാനും ആൻസേഴ്സ് പറയാനും പറ്റും. മാക്സിമം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് കമന്റ്സ് ആയിട്ട് ഞാൻ എല്ലാ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻസും ആയിട്ട് ഞാനൊന്ന് വായിക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ കാര്യം നമ്മുടെ അനിലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. വന്നിട്ടുള്ള ആൾക്കാരുടെ ജസ്റ്റ് പേരെന്ന് പറയാൻ കമന്റ്സ് ആയിരിക്കാണ്. അനിലേട്ടന്റെ കമന്റ് വന്നിട്ടുണ്ട്, KDP ചേട്ടന്റെ വന്നിട്ടുണ്ട്, മഹേഷ് കുക്കുടു വന്നിട്ടുണ്ട്, ദ വോയേജ് റോസ്മിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ജയേഷ് ചേട്ടൻ ആദിദേവ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ജെറിൻ കുമാർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ദുവായുടെ ക്വസ്റ്റ്യൻ, ദുവാ ആ തീരുമാനം നന്നായി കൊന്ന എന്ന് ദുവാ അഭിപ്രായം പറയുന്നുണ്ട്, അഞ്ജലിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആതിരയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അക്ഷര, അനശ്വര, ആഷ്ലി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനം നന്നായി. എനിക്ക് ചേച്ചിയോട് ഒന്നും ചോദിക്കാനില്ല. ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചി ഇതുവരെ നല്ലത് മാത്രമേ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. താങ്ക് യു ആഷ്ലി, താങ്ക് യു സോ മച്ച് ഡാ. ഒരുപാട് സ്നേഹം. നമ്മളൊക്കെ പരസ്പരം അറിയത്തില്ലാത്ത ആളുകളാണ്. ആരാണ് എന്താണെന്ന് ഒന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷെ നിങ്ങൾ എന്നെ പറ്റി നല്ല വാക്കുകൾ പറയുമ്പോൾ വൺസ് അഗെയിൻ ഐ ഷുഡ് സേ ദാറ്റ് ഐ എം സോ ഹാപ്പി ഗൈസ്. ഒരു കുഞ്ഞു ഫാമിലിയാണ്. പക്ഷെ ഞാനിപ്പോൾ പല ലൈവിലും ചെല്ലുമ്പോൾ പല ആളുകളും, അവിടെയുള്ള യൂട്യൂബ് നടത്തുന്ന ആൾക്കാർ, സഹോദരങ്ങള്, അവിടെയുള്ള IDs, വൈകുന്നേരം നമ്മുടെ ഫാമിലിയിലൂടെ നമുക്ക് കൂടണം. രാത്രി 9 മണിയാകുമ്പോൾ നമുക്ക് മഞ്ഞുപോലൊരു ഫാമിലിയിലേക്ക് പോകണം. നമ്മുടെ കുടുംബമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന കുറേ ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു ഫാമിലിയെ എന്നെ കൈനീട്ടി സ്വീകരിച്ച എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കാൻ. ഒരുപാട് സബ് കൗണ്ടോ ഒരുപാട് വ്യൂസോ ഒരുപാട് ലൈക്സോ ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു കൊച്ചായിട്ട് നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളതിനപ്പുറം എനിക്ക് വേറെ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ. അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ. എൻ്റെ മൈൻഡ് വളരെ ഞാൻ പറയാം, വളരെ സന്തോഷമാണ് എനിക്ക്. താങ്ക് യു. സോ KDP ചേട്ടന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ്. ആര്യ പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ചേച്ചിയോട്, എനിക്കറിയാം അത്യാവശ്യ കാര്യങ്ങളെല്ലാം. നമ്മുടെ ആര്യ പറയുന്നുണ്ട്. ആര്യ എൻ്റെ നാട്ടിലുള്ള കുട്ടിയാണ്. ആര്യക്ക് എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ, നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ആര്യക്കുട്ടി അങ്ങനെ പറയുന്നത്. ഒരുപാട് സ്നേഹം. നല്ലതാ കുക്കുടു. നമ്മുടെ റോസ്മി കുട്ടി വീണ്ടും പറയുന്നുണ്ട്. റസ്നിക ഹായ് പറയുന്നുണ്ട്. കുഞ്ഞേച്ചി ക്വസ്റ്റൻ ആൻസർ ആക്കിയ നന്നായി എന്ന് നമ്മുടെ വാമ്പി കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പറയാൻ പൊന്നെ ജവാദിക്ക വളരെ പെങ്ങനെ കുട്ടിയെ വളരെ നല്ല തീരുമാനം ജവാദിക്ക പറഞ്ഞിട്ടുണ്ട്. അടിപൊളി പൊന്നാന്ന് നമ്മുടെ ലുലു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വായിച്ചു. ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വായിക്കുന്നത് നമ്മുടെ അനിലേട്ടന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാം. കാരണം അതിനകത്ത് കുറച്ച് എന്നെ പറ്റിയുള്ള കുറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാവുമ്പോൾ എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പെങ്ങളൂട്ടി വ്യക്തിപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ചോദിക്കുകയാണ്. അനിലേട്ടൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എങ്ങനെ അരൂർ വന്നു പെട്ടു? ആക്ച്വലി ഞാൻ ഇടുക്കിയിലായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജോബിന്റെ ഭാഗമായിട്ട് ജോബ് കിട്ടി. പാലാരിവയുടെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ആയത്. അതിലേക്ക് വരാനായിട്ട്, അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എറണാകുളത്തേക്ക് ബാക്ക് ടു വന്നതാണ്. മുമ്പ് എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇടുക്കിയിൽ നിന്ന് വീണ്ടും നമ്മൾ എറണാകുളത്തേക്ക് വന്നിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 1 വർഷം ആയിട്ടില്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് മുമ്പ് താമസിച്ചിരുന്ന തോപ്പുംപടി എന്ന് പറഞ്ഞൊരു പ്ലേസിലായിരുന്നു. അതിനുശേഷം നമ്മൾ വാടക വീട്ടിലാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്ത് സ്വന്തം വീടല്ല. അപ്പൊ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വീട് നോക്കി വന്നപ്പോൾ നമുക്ക് ഇവിടെ അരൂരാണ് കിട്ടിയത്. അങ്ങനെയാണ് അരൂര് വന്ന് പെട്ടത്. സ്റ്റിൽ എനിക്ക് അരൂരിനെ പറ്റി അധികം അറിയത്തില്ല ചേട്ടാ. അനീഷേട്ടന്റെ പ്രൈവറ്റ് ജോലിയാണോ അതോ സ്വന്തം ജോലിയാണോ? അനീഷേട്ടന് നമുക്ക് സെൽഫ് ആയിട്ടുള്ള സ്വന്തം ബിസിനസ് ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ട്രിക്കൽ വർക്ക്സ് ആണ് ചെയ്യുന്നത്. അപ്പം ആ വർക്ക്സ് കിട്ടുമ്പോൾ എടുത്ത് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. പെങ്ങളുകുട്ടി അച്ഛന്റെയും അമ്മയുടെയും ഒറ്റ മോളാണോ? അല്ല ചേട്ടാ, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. ഞങ്ങൾ വീട്ടിൽ 3 പെൺപിള്ളേരാണ്. എന്റെ വീട്ടിൽ ഞാൻ ജനിച്ച സമയത്ത് എന്റെ മമ്മിയുടെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മച്ചിയാണ് കുഞ്ഞിലെ വളർത്തിയത്. പപ്പ, മമ്മി,
രണ്ട് ചേച്ചിമാര്, വലിയമ്മച്ചി, ഇത്രയും ആൾക്കാരാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പൊ നിലവിലുള്ളത് അമ്മയും മമ്മിയും. അമ്മ മരിച്ചുപോയി, പപ്പ മരിച്ചുപോയി. പപ്പയ്ക്ക് ആക്സിഡന്റ് ആയിരുന്നു. മിസ് യു പപ്പ, മിസ് യു സോ മച്ച്. ഇപ്പൊ നമുക്കുള്ളത് മമ്മിയും രണ്ട് ചേച്ചിമാരും അവരുടെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെയാണ്. സോ നാട്ടിൽ സ്വന്തമായി വീടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തമായ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവകാശമുള്ളൊരു വീടായിരിക്കണം. നമുക്ക് കയറിയുന്ന ഇത് നിന്റെ വീടാണ്, അല്ലെങ്കിൽ നിനക്ക് മുന്നോട്ടേക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാം എന്ന് പറയുന്ന ഒരു വീടായിരിക്കണം. അങ്ങനെ ഒരു വീട് നമുക്ക് ഇതുവരെ നിലവിലില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇമോഷണൽ ആവും. മാക്സിമം ഇമോഷണൽ ആവാതെ പറയാൻ ഞാൻ ശ്രമിക്കും. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഒഴിവാക്കി പറയാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. കാരണം ഞാൻ ഇമോഷണലായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഡെപ്തിൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ മറ്റു പലർക്കും, ചുറ്റുമുള്ള പലർക്കും വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പലതും ഒഴിവാക്കുന്നത്. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയാം കേട്ടോ. അതുകൊണ്ട് സ്വന്തമായി നമുക്കെന്ന് പറയാനൊരു വീടില്ല. അനീഷേട്ടൻ ജനിച്ചു വളർന്ന വീട് ഇടുക്കിയിലാണ്. അനീഷേട്ടന്റെ വീട്ടിൽ അനീഷേട്ടൻ പപ്പ മരിച്ചുപോയി. അനീഷേട്ടന്റെ അനിയത്തി ആണ് ഉള്ളത്. അനിയത്തി മാരീഡ് ആണ്. പക്ഷേ ഇപ്പം ആളിപ്പോ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പം ശരിക്കും പറയുമ്പോൾ എന്താ പറയാ, അനീഷേട്ടന്റെ വീടാണ്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ അവകാശമുള്ളൊരു വീടായിരിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മൾ നിന്നാൽ നമ്മുടേതേ എന്ന് പറഞ്ഞ് ആരും ഇറക്കി വിടാത്തൊരു വീടായിരിക്കണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീടില്ല. നമ്മളായിട്ട് എന്തെങ്കിലും കഷ്ടപ്പെട്ട് നമ്മളൊരു വീട് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് കേട്ടോ. സോ സ്വന്തം സ്ഥലം കോട്ടയമാണോ എറണാകുളമാണോ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും നമ്മൾ പറയുമ്പോൾ നമുക്ക് ജനിച്ചു വളർന്ന നാടായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. പാല എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു വികാരമാണ്. പാലായിൽ നിന്ന് കുറച്ചുകൂടെ ദൂരമുണ്ട് എൻ്റെ വീട്ടിലോട്ട്. കോട്ടയം പാലയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. പക്ഷെ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് വളരാനും അവസരങ്ങൾ, ഒരു ജോലി കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം എറണാകുളമാണ് കേട്ടോ. എറണാകുളമാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ പല ടേണിംഗ് പോയിന്റ്സും എനിക്ക് എറണാകുളമാണെന്ന് ഞാൻ പറയും കേട്ടോ. സോ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് അനിലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനിലേട്ടൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാഹചര്യം, ഞാൻ കുഞ്ഞിനെ ക്യാരിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് 2021 ആ കാലഘട്ടത്തിൽ കൊച്ചിന് ഡെലിവറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷമെങ്കിലും നമുക്ക് കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യണം. നമ്മളൊരു മിനിമം ഒരു വയസ്സ് വരെയെങ്കിലും. അപ്പൊ ആ സമയത്ത് കൊച്ചിനെ നോക്കാൻ ഗ്രാൻഡ് പേരൻസോ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ആരും ഇല്ലാത്തതിനാൽ ഹസ്ബൻഡും ഞാൻ തന്നെ വേണം കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ. അപ്പോൾ ഹസ്ബൻഡിന് ജോലിയുണ്ട്. ഞാൻ ജോലിക്ക് പോയാൽ ഹസ്ബൻഡ് വീട്ടിലിരിക്കണം, ഹസ്ബൻഡ് ജോലിക്ക് പോയാൽ ഞാൻ വീട്ടിലിരിക്കണം. ആ സാഹചര്യത്തിൽ എനിക്ക് വീട്ടിലിരുന്നേ മതിയാവുള്ളായിരുന്നു. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഒരു കരുതൽ കുഞ്ഞിന് വേണം. ആ ടൈം മിനിമം ആ ഒരു 1 ഇയർ എങ്കിലും ഒരു കരുതൽ എനിക്ക് കൊടുത്തേ മതിയാവുള്ളായിരുന്നു. ആ സെയിം മദർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ കമ്മിറ്റ്മെന്റ്സ് ചെയ്തേ മതിയാവും. അതൊന്നും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനീഷനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് അന്നും ഇന്നും എന്നും. അപ്പം അങ്ങനെയുള്ളപ്പോൾ കുറെ ബാധ്യതകൾ, കുറെ റെസ്പോൺസിബിലിറ്റീസ്, കുറെ പ്രാരാബ്ദങ്ങൾ, കുറെ കടങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അനീഷനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ MCA വരെ പഠിച്ചതാണ്. ഞാൻ എന്നും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അറിവായ പ്രായം തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് MCA ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റുഡന്റ് ലൈബ്രറി അസിസ്റ്റന്റ് ആയിരുന്നു, അവിടെ RJ ആയിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകത, കയ്യിൽ പൈസ എപ്പോഴും വേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായി അറിഞ്ഞു വളർന്നതായതുകൊണ്ട് തന്നെ എനിക്ക് ജോബ് ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. ആ സമയത്ത് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു, ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു, ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു, ആ ഒരു ഓൺലൈൻ വർക്ക് ഉണ്ടായിരുന്നു. ആ കൂടുതൽ തന്നെ നമ്മൾ സൈഡായിട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ചേട്ടാ. അപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അതിനുശേഷം എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം നമ്മുടെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യുന്നതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒരു വർഷത്തിന് ശേഷം ബാക്ക് ടു ഞാൻ എന്റെ കരിയറിലോട്ട് വന്നു. കാരണം ലേഡീസ് ജോബ് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഒരു വർക്ക് ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ പഴയ കിട്ടിക്കൊണ്ടിരുന്ന സാലറി കിട്ടണമെന്നില്ല. നമ്മൾ പിന്നെ കുറെ കാര്യങ്ങൾക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്ക് ടു വർക്കിലോട്ട് വരുമായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു, കംപ്ലീറ്റ്ലി നിർത്തി വെച്ചായിരുന്നു കേട്ടോ. ചാനൽ ഡെഡ് ആയിട്ട് ഇരിക്കുവായിരുന്നു തന്നെ പറയാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. സാധാ ലൈവാണോ ചുഗതർ ലൈവാണോ കൈകാര്യം ചെയ്യാൻ പ്രയാസം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് 2 ലൈവ് ഇഷ്ടമാണ്. ചുഗതർ ലൈവ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. കൂടെ കയറിയിരിക്കുന്ന ആള് ആക്റ്റീവ് ആണെങ്കിൽ ആള് ഹാൻഡിൽ ചെയ്യും. അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. നമുക്ക് കമന്റ്സ് ഒക്കെ നോക്കി റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റും. പക്ഷേ സാധാ ലൈവ് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എല്ലാവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. എന്നെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു മെയിൻ കാരണം ഞാൻ എല്ലാ കമന്റ്സും വായിക്കും. ആദ്യമായി വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കും, സ്നേഹത്തോടെ സംസാരിക്കും എന്നുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരെയും പുതിയ ആൾക്കാരെയാണെങ്കിലും പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക, അത് അവരത് ആഗ്രഹിച്ചിട്ടാണ് നമുക്ക് ഓരോ കമന്റ് വിടുന്നത്. ഒരു കമന്റ് പോലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്ക് സാധാ ലൈവ്, എനിക്ക് 2 ലൈവ് ഇഷ്ടമാണ് കേട്ടോ. സാധാ ലൈവ്
ആണെങ്കിൽ എനിക്ക് എല്ലാ കമന്റ്സും വായിക്കാൻ പറ്റും. ടുഗദർ ലൈവ് ആണെങ്കിൽ ഒരാളും കൂടെ ഉള്ളപ്പോൾ ഒരു ഓളമാണ്. അത് പിന്നെ ടുഗദർ ലൈവിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ആദ്യമായിട്ടുള്ള ഒരു ലൈവ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർക്ക് നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. മഞ്ഞൂരിലൂടെ വന്നിട്ട് ധൈര്യമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ടുഗദർ ലൈവിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. മഞ്ഞു പോലുള്ള ഫാമിലിയിൽ ഞാൻ അടക്കമുള്ള കുടുംബങ്ങൾ എങ്ങനെയുണ്ടെന്ന് അനിലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനിലേട്ട, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. മഞ്ഞു പോലൊരു ഫാമിലിയിൽ മഞ്ഞു ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാം വിശദമായി പറയൂ. അവിവേകം എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു അവിവേകവും ചോദിച്ചിട്ടില്ല ചേട്ടാ. അനിലേട്ടൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം എന്നെ കൊണ്ട് പറയാവുന്ന ആൻസേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നത്, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ ഹായ് മഞ്ഞു, നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. കുക്കുരു സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പൊന്നെ. 2016-17 കാലഘട്ടത്തിൽ ഞാൻ സദർലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ആമസോൺ പ്രോസസ്സിൽ UK നോൺ വോയിസ് ചാറ്റ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അനീഷൻ അവിടെ ക്യാൻറ്റീൻ ബില്ലിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അനീഷനെ പരിചയപ്പെട്ടത്. 2016-17 കാലഘട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ടൈം 2018 എൻഡ് ഡിസംബർ ആയപ്പോൾ എൻഗേജ്മെന്റ് ആയിരുന്നു. 2019 സ്റ്റാർട്ടിങ് ജനുവരിയിൽ കല്യാണമായിരുന്നു പൊന്നെ. ഓക്കെ. ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ചേച്ചിയോട്. എനിക്കറിയാൻ നമ്മുടെ ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യ നാട്ടിലുള്ള ബസ്സായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ അഭിപ്രായങ്ങളൊക്കെ ഓൾറെഡി വായിച്ചായിരുന്നല്ലോ. ക്വസ്റ്റ്യൻസ് തന്നെ വായിക്കാം. ചേച്ചിയെ യൂട്യൂബിന് മുൻപും ശേഷവും ഉള്ള മാറ്റം ലൈഫിൽ നമ്മുടെ അനശ്വര ചോദിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, അത് സത്യം പറഞ്ഞ ഇമോഷണൽ ആയിപ്പോ. എനിക്ക് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ജീവൻ നിനക്ക് എങ്ങനെയാണ് ആൾക്കാരെ ഇത്ര ഇഷ്ടപ്പെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് നിനക്ക് ഇത്ര പെട്ടെന്ന് എൻ്റെ അനിയനാവുന്നത് അല്ലെങ്കിൽ ചേട്ടനാവുന്നത്, അവർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം നിന്നെ ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് എങ്ങനെയാണ് ആളുകളെ ഇത്രയും ഇഷ്ടപ്പെടാൻ പറ്റുന്നത്, സ്വന്തമായിട്ട് കാണാൻ പറ്റുന്നതെന്നൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ നമ്മളായിരുന്നിടത്ത്, ജനിച്ചു വളർന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്നിടത്ത്, ജനിച്ചു വളർന്ന പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന വീട്, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച വീട്, പെൺപിള്ളേരെ സംബന്ധിച്ചോളം നമ്മൾ കല്യാണം കഴിച്ചു പോകുന്ന വീട്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളെ സ്വന്തമായി കരുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയാൻ ചില ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ കാണുന്നത് എനിക്കെല്ലാം മനസ്സിലാവും. സോറി, ഇമോഷണലായി. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, നമ്മുടെ സ്വരം ഒന്ന് ഇടറുമ്പോൾ, ചിലപ്പോൾ അത് പറഞ്ഞില്ലേ പോലും, അല്ലെങ്കിൽ മനസ്സിൻ്റെ വഴി നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ലൈഫിൽ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാവർക്കും. അത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും അത് ആവശ്യമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈഫിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും, നമ്മൾ ആരോടും ഷെയർ ചെയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എന്ന് കരുതി നമുക്കെന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ലൈഫിൽ ഉണ്ടാവണം. നമുക്കൊരു സേഫ്റ്റി ഉണ്ട്, നമുക്കൊരു സേഫ്റ്റി, സെക്യൂരിറ്റി, എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും വന്നാൽ ചോദിക്കാൻ ഒരാൾ, നമ്മളെ കരുതാൻ ഒരാൾ, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്കുണ്ട്. അപ്പം ഞാൻ ഇത് വെറുതെ പറയുമല്ല. ഈ മഞ്ഞു പോലൊരു ഫാമിലിയിൽ അനുശ്വരയുടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ പറയാണ്, ഈ മഞ്ഞു പോലൊരു ഫാമിലിയിൽ വന്ന് പിന്നെ മഞ്ഞുവിന് വേണ്ടി പിടിവലി കൂടുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒക്കെ സത്യം പറയാൻ എനിക്ക് എന്താ പറയുക, എനിക്ക് സങ്കടവും ഉണ്ട്, അതിനപ്പുറം എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെ അത്രയും സ്നേഹിക്കുന്ന കുറേ ആളുകളെ ഞാനിവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പോസിറ്റീവ്നെസ് കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കാണുന്നുണ്ട്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് കൂടെ വേണമെന്നാണ് ആഗ്രഹം. കാരണം ലൈഫിൽ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മറ്റാരെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കാൻ വരുന്ന, ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലി ആയിക്കോട്ടെ, എന്നോട് സംസാരിക്കാൻ വരുന്ന ആളുകൾ ഞാൻ കേട്ടിരിക്കാറുണ്ട്. എൻ്റെ സമയക്കുറവ് കൂടി ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നത്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, കൂടെ എൻ്റെ ഒരു വാക്ക് ഞാൻ പറയാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ലൈഫിൽ ആരും ഒറ്റപ്പെടുന്നത് അത്ര നല്ലതല്ല. അത് ചിലപ്പോൾ നമ്മളത് മിസ്യൂസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പം അതുകൊണ്ട് ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളത് ഞാൻ പറയുവാണ്. അത് കുടുംബത്താണെങ്കിലും എവിടെയാണെങ്കിലും കേട്ടോ. നമുക്ക് എന്താ പറയാൻ ആരെങ്കിലും വേണം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ മിസ്റ്റേക്സ് നോക്കിയെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോകുന്നത്. ഒരു ദിലീപിൻ്റെ സിനിമയുണ്ട്, എപ്പോഴും അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്,
ഒരാൾ എന്താ പറയാ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെയാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ആ സാഹചര്യം എന്നുള്ളത് ചിന്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആളുകളുടെ ഒപ്പം നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് എന്താ പറയാ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാൻ, അല്ലെങ്കിൽ എന്നെ സ്വന്തം എന്ന് പറയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്റം കേട്ടോ. ഒരുപാട് സ്നേഹം. ഓക്കെ, പെങ്ങലൂട്ടി, അത് കേടിപ്പിച്ചേട്ടന്റെ ക്വസ്റ്റ്യൻ ആണ്. പെങ്ങലൂട്ടി, അതായത് ചാനൽ തുടങ്ങാനുള്ള കാരണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കേടിപ്പിച്ചേട്ടാ, എല്ലാവരെയും കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളുടെ പരിമിതി കൊണ്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക അറിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ 10K ആവുന്ന സമയത്ത് എല്ലാവരെയും ഒന്നിച്ച് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിടയ്ക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എറണാകുളത്തേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വരുവാണെങ്കിൽ ആ സ്ഥലത്തുള്ള ആൾക്കാരേക്ക് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാൻ ഞങ്ങൾ കണ്ണൂർ വന്നതുപോലെ കേട്ടോ. ഓക്കെ, ചാനൽ തുടങ്ങാനുള്ള സാഹചര്യം ഓൾറെഡി കേടിപ്പിച്ചിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ അനിലേട്ടന്റെ ക്വസ്റ്റ്യൻസ് വായിച്ചു. നമ്മുടെ വാമ്പിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുഞ്ഞേച്ചി, ഒരിക്കൽ നിർത്തിയ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബാക്ക് ടു ചാനൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്കിലേക്ക് കയറി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ആ ടൈമില് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ജിയോ നീ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ വർക്ക് പ്ലേസിലാണെങ്കിൽ ഞാൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഓവർ ടൈം ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കൂടുതലും സെയിൽസ് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു ഇൻസെന്റീവ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട്. സാലറി പ്ലസ് ഇൻസെന്റീവ് ആണ്. അപ്പൊ നമുക്ക് നോർമൽ വർക്ക് ടൈമിൽ മാത്രം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ പാക്കേജ് കിട്ടുള്ളൂ. പ്ലസ് ഇൻസെന്റീവ്സ് നമുക്ക് ആവശ്യമാണ്. ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് ഇൻസെന്റീവ്സ് ആവശ്യമാണ്. അപ്പം ഓവർ ടൈം ഒക്കെ ഇരുന്ന് വീട്ടിലാണെങ്കിലും ഓഫീസിൽ തന്നെയാണെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടും. അപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഒരു വർക്കിംഗ് സ്പേസ് ആയിരുന്നു. അപ്പൊ ഒരുപാട് പല പല കമ്പനീസിലെ ആൾക്കാർ മിക്സ് ചെയ്തിരിക്കുകയാണ്. പല കമ്പനീസിലെ ആൾക്കാർ. അതൊക്കെ ഭയങ്കര മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലാസ്റ്റ് കമ്പനി എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ആ വർക്ക് സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലാരിവട്ടത്തെ. കാരണം ഒരുപാട് നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പല പ്രായത്തിലുള്ള ആൾക്കാർ. അപ്പൊ എല്ലാവരും പറയും നീ ഭയങ്കര ആക്റ്റീവാണ്, നീ എന്തിനാണ് ചാനൽ സ്റ്റോപ്പ് ചെയ്തത്, ചാനൽ റീസ്റ്റാർട്ട് ചെയ്തുകൂടെ. അപ്പം നമ്മൾ പല അഭിപ്രായങ്ങൾ പല സമയത്തായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അത് എന്തായി എന്നൊക്കെ ചോദിച്ചാൽ ഐ മീൻ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. സോ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഞാൻ തുടങ്ങി വെച്ചൊരു സംഭവം അത് റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു വലിയൊരു പാഷനാണ് RJ എന്നുള്ളത്. ആക്ച്വലി കുറച്ച് നാൾ മാത്രം എനിക്ക് ചെറിയൊരു FM-ൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ ഡ്രീം എനിക്ക് മുമ്പോട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നല്ല സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞുവാവ ഉണ്ട്. വാവ ഇന്ന് സ്കൂൾ ടൈം ആകുന്നത് വരെ കുറച്ച് സമയം കൂടി എനിക്ക് കുഞ്ഞിനെ അറ്റൻഷൻ കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ചേറെ സമയം ഞാൻ വർക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങൾ ടേക്ക് ചെയ്യാൻ കുറച്ച് സമയം ഈ പ്രായത്തിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി കുറെ സ്ട്രെസ്, പ്രഷർ, അങ്ങനെ എല്ലാം ആയിട്ട് സെയിൽസ് കമ്പനിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കൊരു വർക്ക് സ്പേസിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ആ സമയത്ത് കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്ത് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ RJ എന്നുള്ള പാഷൻ എനിക്ക് ഇതിൽ കൂടെ ആണെങ്കിലും ഫുൾഫില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ പാഷനും പിന്നെ ഓൾസോ നമുക്ക് യൂട്യൂബ് ചാനൽ ഒരു വരുമാന മാർഗ്ഗമാണ്. അതൊക്കെ കരുതി സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനത്തെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഇല്ല സോറി, വാമ്പി നീയാണ് ചോദിച്ചത്. വാമ്പി, അതാണ് കാരണം. യൂട്യൂബിൽ ആക്റ്റീവ് ആയതിൽ പിന്നെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വാമ്പി ചോദിക്കുന്നുണ്ട്. ഏറ്റവും അധികം അറിയാവുന്ന ആൾ അവൻ തന്നെയാണ്. ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമ്പി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിന്നെപ്പോലെ എനിക്ക് ഒരുപാട് നല്ല കൂടപ്പിറപ്പുകളെ കിട്ടി. അതാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. കുഞ്ഞേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത്രയും വലുതാണ്. അപ്പൊ അതുപോലെ വാമ്പി എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്റെ സ്വന്തം പെങ്ങളായിട്ട് കാണുന്ന, അനിയത്തിയായിട്ട് കാണുന്ന ഒരുപാട് കൂടപ്പിറപ്പുകൾ, ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കിട്ടിയതാണ് ഏറ്റവും വലിയ ചേഞ്ച്. അപ്പൊ നമുക്കെന്ന് പറയുന്ന ഒരാളുണ്ടായി പോന്ന, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആവുന്നുണ്ട്. എനിക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ് വാമ്പി, നിനക്കറിയാലോ. എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് അധികം നമ്മുടെ വിഷമങ്ങൾ ഓർക്കില്ല. 2 മിനിറ്റ് ഐഡിയലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷൻസും ഒക്കെ ഓർക്കും. എന്തിനാത്? അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പൊന്നാ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ നമുക്ക് എന്താ പറയാ, തന്നെയാണ് മാറ്റങ്ങൾ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? അത് ഓൾറെഡി പറഞ്ഞായിരുന്നു പൊന്നെ. ഞാൻ യൂട്യൂബ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പെൺകുട്ടി എന്ന നിലയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വാമ്പി ചോദിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഉണ്ട്. വാമ്പിക്ക് പല കാര്യങ്ങളും അറിയാം. യൂട്യൂബിൽ വരുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഒരുപാട്, നമ്മൾ റോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാമേ.
അപ്പം യൂട്യൂബിൽ വന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഓൾറെഡി ഇടാൻ നമുക്ക് ഫസ്റ്റ് ഇൻകം കിട്ടിയ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമുക്ക് വന്നു എന്നുള്ളത് മെയിൻ കാര്യം. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പൊന്നാ, നമുക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ, എന്നെ ഞാനായി കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുറെ ആളുകളെ കിട്ടിയത് ഏറ്റവും വലിയ കാര്യമാണ്. റോസിന്റെ ഒരു ക്വസ്റ്റിനും കൂടെ വാമ്പിയുടെ ഈ ക്വസ്റ്റിന്റെ കുറിച്ച് ഞാൻ ചേർത്ത് വെച്ച് പറയുവാണേ. റോസ് ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, യൂട്യൂബ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പൊ വരെയുള്ള ചേച്ചിയുടെ അനുഭവങ്ങൾ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, പിന്നെ ഫേക്ക് ആളുകൾ, ഐഡി ആൻഡ് ബാഡ് കമന്റ്സ് എക്സെട്ര പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, നമുക്കിവിടെ യൂട്യൂബിൽ വന്നപ്പോൾ വാമ്പി റോസു, നമുക്കിവിടെ യൂട്യൂബിൽ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് വാമ്പി ചോദിച്ചപ്പോൾ തന്നെ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ചിലപ്പം ഒരാളോട് ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറുക, പക്ഷെ അവർക്ക് എന്താണ് അവരുടെ ഇന്റൻഷൻ ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്കത് വളരെ കുറവാണ്. ഒരു തെറ്റിദ്ധാരണ വന്നാൽ തന്നെ നെക്സ്റ്റ് ടൈം വന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നുണ്ട്. സ്നേഹമുള്ള ആൾക്കാരെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന എല്ലാവരും കേട്ടോ. അതുകൊണ്ട് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെങ്കൊച്ച് വന്നിരുന്ന് ലൈവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കേൾക്കുന്ന കുറെ വൾഗർ കമന്റ്സ്, ബോഡി ഷെയ്മിങ്, എന്താ പറയാ, നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. അത് ഫേക്ക് ഐഡീസ് ആയിട്ടും റിയൽ ഐഡീസ് ആയിട്ടും ഒക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നിയാൽ വേറൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമുക്ക് വളരെ മോശമായിട്ട് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള അനുഭവങ്ങൾ. അതർവൈസ് എനിക്ക് മജോറിറ്റി ഞാൻ പറയും 90% എനിക്ക് യൂട്യൂബിൽ നിന്ന് നല്ല അനുഭവങ്ങളേ ഉള്ളൂ. 10% മാത്രമാണ് എനിക്ക് നെഗറ്റീവ് പറയാനുള്ളത്. അത് എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ പച്ചത്തുള്ളൻ ചോദിക്കുന്നുണ്ട്, സുന്ദരമായ നിമിഷങ്ങൾ, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സുന്ദരമായ നിമിഷങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. കുറെ മൊമെന്റ്സ് ഉണ്ട് ചേട്ടാ. അതായത് ഫസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ, അയ്യോ എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതൊക്കെ അടുത്ത ഒരു Q&A ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ. കാരണം ടൈം നോക്കിയിട്ട് 21 minutes ആവുന്നുണ്ട്. ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ പച്ചത്തുള്ളന്റെ ക്വസ്റ്റൻ ഉൾപ്പെടെ മിസ്സിംഗ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ അടുത്ത Q&A ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ ഇൻഡെപ്തിൽ എന്റെ പേഴ്സണൽ ഫാമിലിയെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് Q&Aയിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ കൂടെ മനസ്സ് തുറന്ന് പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇമോഷണൽ ആവരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇമോഷണൽ ആയിപ്പോയി. വൺസ് അഗൈൻ ഞാൻ പറയുവാണ്, ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയധികം ഈ മഞ്ഞു പോലൊരു ഫാമിലിയിലുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ വീണ്ടും പറയാണ്, ലൈഫിൽ ആരും ഒറ്റപ്പെട്ട് പോവാതിരിക്കട്ടെ. നമുക്ക് ലൈഫിൽ കൂടെ ചേർത്ത് വെക്കാൻ ഒരുപാട് പേരെ കിട്ടാഞ്ഞിട്ടല്ല, ഒരുപാട് പേരെ കിട്ടും. സ്പെഷ്യലി പെൺപിള്ളേർക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ, സോഷ്യൽ മീഡിയ ആണെങ്കിലും വർക്ക് പ്ലേസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരെ കിട്ടും. പക്ഷെ ആ കിട്ടുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ധൈര്യത്തോടെ നമുക്ക് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാനോ, അല്ലെങ്കിൽ അവർ നമ്മുടെ തോളെ കൈ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ നിൽക്കാനോ, അല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ച് നിൽക്കാനോ ഒന്നും നമുക്ക് പറ്റണമെന്നില്ല. ഒരു പെൺകൊച്ചിന് ഒരു ധൈര്യത്തോടെ കൈപിടിച്ച് നിൽക്കണമെങ്കിൽ, ചേർന്ന് നിൽക്കാൻ പറ്റണമെങ്കിൽ അത്രയും വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്തേ പറ്റുള്ളൂ. അത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും കേട്ടോ. ജെൻഡർ ഡിഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. അത് ആരായാലും വിശ്വസിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലൈഫിൽ ഏറ്റവും വലിയൊരു അസറ്റാണ്. മഞ്ഞുപോലൊരു ഫാമിലിയിൽ അങ്ങനെ കുറെ ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ പേർക്ക് ഞാൻ അങ്ങനെ ഒരാളാണെന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനൊരു കാര്യങ്ങളും മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഹേർട്ട് ആവും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് എങ്ങനെ കൊള്ളും എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. ചില ആളുകൾ പറയാറുണ്ട്, മഞ്ഞു ചിരിച്ചുകൊണ്ടെല്ലാം പറയും, മഞ്ഞു പറയാനുള്ളതെല്ലാം പറയും. ശരി, മഞ്ഞു പറയാനുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മഞ്ഞു പറയും. കാരണം പറയേണ്ടടുത്ത് പറയണം. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ, അന്നും ഇന്നും എല്ലാം. ചിലപ്പോൾ നമ്മളൊരു പെൺകൊച്ച് നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് നമ്മളൊരു കാര്യം സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്താണെങ്കിലും ഒക്കെ അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ അന്നും ഇന്നും പലയിടങ്ങളിലും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയുടെ പേരിൽ വേർതിരിച്ചു പോകുന്ന കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്. ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാൾ പറയും, അതെന്താണെങ്കിലും അത് അംഗീകരിച്ച് കൊടുക്കപ്പെടും. അല്ലാത്ത ആളുകൾ പറയുമ്പോൾ ചിലപ്പോൾ അത് അടിച്ചമർത്തപ്പെടും. അത് ചിലയിടത്ത് ഫിനാൻഷ്യൽ സൗണ്ട് ഒന്നും നോക്കത്തില്ല, ആളുകളുടെ പാർഷ്യാലിറ്റി കൊണ്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി. ഒത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത് വീഡിയോ ഒത്തിരി ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അടുത്ത Q&Aയിൽ ഇതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത Q&Aയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരും. അതിനുള്ള പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കാം. ഈ പോസ്റ്റിൽ പെൻഡിങ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്
അടുത്ത നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ട് നമുക്ക് Q&A സെക്കൻഡ് പാർട്ട് വരും. അപ്പോൾ ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് Q&A സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. സോ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഇതുവരെ തന്ന സ്നേഹം മുമ്പോട്ടും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മഞ്ഞു. ഞാൻ ജീന എന്ന് പറയുന്നതിനേക്കാളും മഞ്ഞു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നത്, കാരണം എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ജീന. നിങ്ങൾക്കൊക്കെ ഞാൻ മഞ്ഞുവാണ്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരുപാട് സ്നേഹം. താങ്ക് യു.